गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच अनाश्रितः कर्मफलं कार्यं कर्म करोति यः स सन्न्यासी च योगी च न निरग्निर्न चाक्रियः। यं सन्न्यासमिति प्राहुः योगं तं विद्धि पाण्डव। न ह्यसन्न्यस्तसङ्कल्पो योगी भवति कश्चन। आरुरुक्षोर्मुनिर्योगं कर्म कारणमुच्यते। योगारूढस्य तस्यैव शमः कारणमुच्यते। यदा हीनेन्द्रियार्थेषु न कर्मस्वनुषज्यते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते। उद्धरेदात्मनात्मानं नात्मानमवसादयेत्। आत्मैव ह्यात्मनो बन्धुः आत्मैव रिपुरात्मनः। बन्धुरात्मात्मनस्तस्य येनात्मैवात्मना जितः। अनात्मनस्तु शत्रुत्वे वर्तेतात्मैव शत्रुवत्। जितात्मनः प्रशान्तस्य परमात्मा समाहितः। शीतोष्णसुखदुःखेषु तथा मानापमानयोः ज्ञानविज्ञानतृप्तात्मा युक्त इत्युच्यते योगी। समलोष्टाश्मकाञ्चनः सुहृन्मित्रार्युदासीन मध्यस्थद्वेष्य बन्धुषु। साधुष्वपि च पापेषु समबुद्धिर्विशिष्यते। योगी युञ्जीत सततम् आत्मानं रहसि स्थितः। एकाकीयत चित्तात्मा निराशीरपरिग्रहः। शुचौ देशे प्रतिष्ठाप्य स्थिरमासनमात्मनः। नात्युच्छ्रितं नातिनीचं शैलाजिनकुशोत्तरम्। तत्रैकाग्रं मनः कृत्वा यतचित्तेन्द्रियक्रियः। उपविश्यासने युञ्ज्याद् योगमात्मविशुद्धये। समं कायशिरोग्रीवं धारयन्नचलं स्थिरः। सम्प्रेक्ष्य नासिकाग्रं स्वं दिशश्चानवलोकयन्। प्रशान्तात्मा विगतभीः ब्रह्मचारिव्रते स्थितः। मनः संयम्य मच्चित्तो युक्त आसीद मत्परः। युञ्जन्नेवं सदात्मानं योगी नियतमानसः। शान्तिं निर्वाणपरमां मत्संस्थामधिगच्छति। नात्यश्नतस्तु योगोऽस्ति न चैकान्तमनश्नतः। न चादिस्वप्नशीलस्य जाग्रतो नैव चार्जुन। युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य योगो भवति दुःखः। यदा विनियतं चित्तम् आत्मन्येवावतिष्ठते। निःस्पृहः सर्वकामेभ्यो युक्त इत्युच्यते तदा। यथा दीपो निवातस्थो नेङ्गते सोपमा स्मृता। योगिनो यतचित्तस्य
യുഞ്ജതോ യോഗമാത്മനഃ യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ച പരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം സംനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ. യോഗസേവ കൊണ്ട് നിരുദ്ധമായ ചിത്തം എവിടെയാണോ, ഏതവസ്ഥയിലാണോ തീർത്തും ഉപരമിക്കുന്നത്, സകല ബാഹ്യ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് തന്നിലേക്കൊതുങ്ങി തന്നിൽ വർത്തിക്കുന്നത്. 2, യാതൊരവസ്ഥയിലാണോ തന്നാൽ തന്നെ ദർശിച്ച് തന്നിൽ ആനന്ദിക്കുന്നത്. ഇത് വിശദീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ മാസങ്ങൾ വേണ്ടിവരും. സകല ത്രിപുടിയും ഒഴിഞ്ഞ് തന്നിൽ താനായി നിവസിക്കുന്നത്. 3, അതീന്ദ്രിയവും. അതീന്ദ്രിയം ഇന്ദ്രിയ വിഷയമല്ലാത്തത്, ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ കഴിയാത്ത, എന്നാൽ അതിസൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കേണ്ടതും. അതിസൂക്ഷ്മ ബുദ്ധി കൊണ്ട്, ബുദ്ധിഗ്രാഹ്യം. ഇപ്പൊ സാമാന്യ ബുദ്ധിഗ്രാഹ്യമല്ല എന്ന് കാണിക്കാൻ അതീന്ദ്രിയം എന്ന് പറഞ്ഞു. ഈ സൂക്ഷ്മ ബുദ്ധി നമുക്കെല്ലാം നേടിയെടുക്കാം. അങ്ങനെ അതിസൂക്ഷ്മ ബുദ്ധിയിലൂടെ ഗ്രഹിക്കേണ്ടതായ ആത്യന്തിക സുഖം. സാമാന്യ സുഖം അല്പകാലീനം, അല്പകാലം മാത്രം നിൽക്കും, അല്പദേശത്തിൽ മാത്രം നിൽക്കും. അതാണ് സുഖത്തിൻ്റെ ലക്ഷണം. എന്നാൽ ആത്യന്തികം സുഖം, അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നില്ലാത്ത നിരതിശയമായ സുഖം. ആ സുഖം വിഷയജനിതമല്ല എന്ന് കാണിക്കാനാണ് അതീന്ദ്രിയം. അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ ശങ്കിക്കുകയാണെങ്കിൽ സാധിക്കും എന്ന് പറയുകയാണ് ബുദ്ധിഗ്രാഹ്യം. അങ്ങനെയുള്ള സുഖത്തെ അറിയുന്നു. 3, 4-മത്തെ ലക്ഷണം, യാതൊരവസ്ഥയിൽ ഇരിക്കുന്നവൻ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, തൻ്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ന ചലതി. ഇപ്പൊ സാമാന്യമായി നമുക്ക് നിത്യവും നിരന്തരവും വ്യതിചലനം ഉണ്ടാകും. ഒന്നിൽ ഉറച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ കേമായിട്ടുള്ളത് കണ്ട് അതിൽ പോകും. ഇനി അതിനേക്കാൾ കേമൊന്നും ആവണ്ട, അതെന്താ ഇതെന്താന്ന് അറിയാനുള്ളൊരു ത്വരയുണ്ടാവും. അത് ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും ഒക്കെ ഉണ്ടാവും. എന്നാൽ യാതൊരു സ്വരൂപത്തിൽ ഇരിക്കുന്നവൻ ന ചലതി തത്വതഃ, പാരമാർത്ഥിക തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. 4. 5-മത്തെ ലക്ഷണം, യാതൊന്നിനെ ലഭിച്ചാൽ അതിൽ പരം ലാഭം മറ്റൊന്നില്ല എന്നറിയുന്നു. സാമാന്യമായിട്ട് ഒന്ന് ലഭിച്ചാൽ അതിനേക്കാൾ കേമായിട്ടുള്ളത് ലഭിക്കുമ്പോൾ ഇത് അപ്രസക്തമായി. കളിപ്പാട്ടങ്ങൾ പോലെ ഈ ലോകത്തിലെ എല്ലാ കളിപ്പാട്ടങ്ങളും, ഈ ലോകത്തിലെ മുഴുവൻ കളിപ്പാട്ടങ്ങളുടെ സ്വഭാവം അതാണ്. ഇവിടെ സ്വയം ഏകീഭവിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രാഹ്യഗ്രാഹക ഭേദമില്ലാണ്ടായി. കാരണം ഗ്രാഹ്യഗ്രാഹക ഭേദമുള്ള കാലത്തോളം ഒരു ഗ്രാഹ്യത്തെ ത്യജിച്ച് മറ്റൊരു ഗ്രാഹ്യത്തെ സ്വീകരിക്കാം. അതില്ല. 6-മത്തത്,
യാതൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ വർദ്ധിച്ചതായ ദുഃഖങ്ങളെ കൊണ്ടും വിചലിക്കപ്പെടുന്നില്ല. തൻ്റെ സ്ഥിതിയിൽ നിന്ന്, തൻ്റെ നിഷ്ഠയിൽ നിന്ന് ബാഹ്യങ്ങളായ ദുഃഖ സാഹചര്യങ്ങൾ നമ്മെ വ്യതിചലിപ്പിക്കുന്നില്ല. ഇങ്ങനെ 6 ലക്ഷണം പറഞ്ഞിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് വെറുതെ കയറി പറയല്ല. ഭഗവത്ഗീതയിൽ 3 സന്ദർഭങ്ങളിലാണ് യോഗശബ്ദം നിർവചിക്കപ്പെടുന്നത്. ഒന്ന്, സമത്വം യോഗ ഉച്യതേ. 2, യോഗ കർമ്മസു കൗശലം. 3 ഇവിടെ. 3 സ്ഥലത്തേ ഉള്ളൂ. അതിൽ ഭഗവത്ഗീതയിലെന്നല്ല, വൈദിക ശാസ്ത്രങ്ങൾ ഉടനീളം അന്വേഷിച്ചാലും ഇത്ര പൂർണ്ണമായൊരു യോഗ നിർവചനം വേറെ ലഭിക്കില്ല. അത്ര പൂർണ്ണമാണിത്. ഈ ഒരു 3.5 ശ്ലോകം ശരിക്കും ഒരു കൊല്ലം ഇരുന്ന് പര്യാലോചന ചെയ്താൽ ശാസ്ത്രത്തിൻ്റെ സാരം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ഈ 3.5 ശ്ലോകം വേറൊന്നും വേണ്ട. അതിന് അനേക സാധ്യതകൾ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കുക. എന്താണ് അതിന് തടസ്സം? എന്താണ് അതിനുള്ള വഴി? ആ തടസ്സത്തെ എങ്ങനെ അതിക്രമിക്കാം? എന്താണ് മാർഗം? അതിൽ ഞാൻ വ്യക്തിപരമായിട്ട് എത്രമാത്രം, അതിനെന്തൊക്കെ ചെയ്യണം? ഇങ്ങനെയുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ശാസ്ത്രത്തെയും ഈ 3.5 ശ്ലോകങ്ങളിൽ നമുക്ക് കൊണ്ടുവരാം. ചിന്തിക്കുക. എന്നിട്ട് പറയുകയാണ്, തം വിദ്യാത് യോഗ സംജ്ഞിതം. അതിനെ നീ യോഗമെന്നറിഞ്ഞോളൂ. തം വിദ്യാത് യോഗ സംജ്ഞിതം. അതിനെ യോഗമെന്നറിഞ്ഞോളൂ. എന്തിനെ? ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗ വിയോഗം, ദുഃഖങ്ങളുമായി സംയോജിക്കുന്നതിൽ നിന്നുള്ള പൂർണ്ണമായ വിയോഗമാണ് യോഗം. താൻ തന്നിൽ ഉറച്ചിരിക്കുമ്പോൾ വിവിധങ്ങളായ ദുഃഖങ്ങളുമായുള്ള സംയോഗം സംഭവിക്കുന്നില്ല. തൻ്റെ ആനന്ദ സ്വരൂപത്തിൽ താൻ ഉറച്ചിരിക്കുന്നു. അവിടെ സാമാന്യം ഇന്നലെ വരെ ദുഃഖം എന്ന് തോന്നിയ എന്തു തന്നെ വന്നാലും ഒരു കുലുക്കവും ഇല്ല. ആ ദുഃഖരഹിതമായ സ്വരൂപസ്ഥിതിയാണ് യോഗം. എന്നിട്ട് പറയാണ്, സ നിശ്ചയേന യോക്തവ്യ. വളരെ നിശ്ചയബുദ്ധിയോടുകൂടി അതിനെ യോജിപ്പിക്കണം. യോക്തവ്യ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കണം. സാധാരണ യോക്തവ്യ എന്നൊക്കെ പറയുമ്പോൾ ഈ കാളകളെയൊക്കെ പൂട്ടിക്കെട്ടുക, അതിനാണ് പറയുക യോക്തവ്യ. ആ യോഗവുമായി നമ്മളെ യോജിപ്പിക്കണം, കൂട്ടിക്കെട്ടണം, ഏകീഭവിക്കണം. എങ്ങനെ? അനിർവിണ്ണ ചേതസ, മടുപ്പ് വരാത്ത, വൈരാഗ്യം വരാത്ത, വിരക്തി വരാത്ത ബുദ്ധിയോടുകൂടി. വിരക്തി വേണം. വിരക്തിയുള്ള ആൾക്കേ യോഗം സാധിക്കൂ. ഈ സാധനയിൽ വിരക്തി വേണ്ട. കാരണം സാധനയിൽ നിന്ന് വിരക്തി വരാം. ഞാൻ കുറച്ചു കാലം നോക്കിയപ്പനെ അല്ലേ, കുറച്ചൊക്കെ നോക്കി, വലിയൊരു മെച്ചമൊന്നുമില്ല, അതുകൊണ്ടൊക്കെ ഞാൻ നിർത്തി. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. അവിടെ ദൃഢഭൂമി എന്നുള്ളതിന് പകരം ധൃതഭൂമി എന്നും പാഠമുണ്ട്. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ധൃതഭൂമി. ദീർഘകാലം നിരന്തരഭാവത്തോടുകൂടി, സത്കാരഭാവത്തോടുകൂടി സാധനകൾ അനുഷ്ഠിച്ചാലേ ഭൂമിക ധരിക്കപ്പെട്ടതാകൂ, അഥവാ ദൃഢമായ ഭൂമികയിൽ എത്തിച്ചേരൂ. ഇവിടെ ബഹുഭൂരിപക്ഷം എന്നല്ല 99% പേരും ഈ വഴിക്കാണ് നഷ്ടപ്പെടുക. കാരണം സാധനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില മഹിമകൾ നമുക്ക് ബഹുമാനം തരും. ലോകത്തിൽ നമസ്കരിക്കാനും ദക്ഷിണ തരാനും ഒക്കെ ആളുണ്ടാവും, പ്രശംസിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ തന്നെ എന്തൊക്കെയോ ആയിപ്പോയി എന്ന് സ്വയം വിചാരിക്കും. പിന്നെ നിലം വിട്ടു, ഭൂമിക വിട്ടു. പിന്നെ ഇതാണ് സംഭവിക്കുക. അല്ലെങ്കിൽ ചില സിദ്ധിവിശേഷങ്ങൾ വരുമ്പോൾ അതിൽ മയങ്ങിപ്പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആകർഷണങ്ങൾ വരും. അത് പണമാവാം, ആണാവാം, പെണ്ണാവാം,
സ്ഥാനമാനങ്ങളാവാം, പലതാവാം. അല്ലെങ്കിൽ ചില വിഘ്നങ്ങൾ വരും, എന്തെങ്കിലും ആയിട്ട്. ഇന്നതാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിശ്ചയേന യോക്തവ്യ, ശ്രദ്ധിക്കേണ്ടതാണ്. നേരെ മറിച്ച് ഈ ഒരു ശ്ലോകം മാത്രം പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഉറപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് 6 ലക്ഷണങ്ങളെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്ന് മാത്രം നിർവചിച്ചാൽ നമുക്ക് ശരിയായ താത്പര്യം ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 6 ലക്ഷണങ്ങളെ കൊണ്ട് എന്താണ് ആ ദുഃഖസംയോഗ വിയോഗം എന്ന് കാണിച്ചു. ശ്രദ്ധിക്കുക, നോക്കൂ. യത്ര യസ്മിൻ കാലേ ഉപരമത്തെ ചിത്തം ഉപരതിം ഗച്ഛതി നിരുദ്ധം സർവതോ നിവാരിത പ്രചാരം യോഗസേവയാ യോഗാനുഷ്ഠാനേന യത്ര ച യസ്മിൻ ച കാലേ ആത്മനാ സമാധി പരിശുദ്ധേന അന്തഃകരണേന ആത്മാ പരം ചൈതന്യ ജ്യോതിസ്വരൂപം പശ്യൻ ഉപലഭമാനഃ സ്വേ ഏവ ആത്മനി തുഷ്യതി തുഷ്ടിം ഭജത്തെ കിഞ്ച സുഖം ആത്യന്തികം അത്യന്തം ഏവ ഭവതി ഇതി ആത്യന്തികം അനന്തം ഇത്യർത്ഥഃ. യത് തത് ബുദ്ധിഗ്രാഹ്യം ബുദ്ധ്യാ ഏവ ഇന്ദ്രിയനിരപേക്ഷയാ ഗൃഹ്യത്തെ ഇതി ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഇന്ദ്രിയഗോചരാതീതം അവിഷയജനിതം ഇത്യർത്ഥഃ. വേത്തി തത് ഈദൃശം സുഖം അനുഭവതി യത്ര യസ്മിൻ കാലേ ന ച ഏവ അയം വിദ്വാൻ ആത്മസ്വരൂപേ സ്ഥിതഃ തസ്മാദ് ന ഏവ ചലതി തത്വതഃ തത്വസ്വരൂപാത് ന പ്രച്യവത്തെ ഇത്യർത്ഥഃ. കിഞ്ച യം ലബ്ധ്വാ യം ആത്മലാഭം ലബ്ധ്വാ പ്രാപ്യ ച അപരം അന്യത് ലാഭാന്തരം തതഃ അധികം അസ്തി ഇതി ന മന്യത്തെ ചിന്തയത്തെ. കിഞ്ച യസ്മിൻ ആത്മതത്വേ സ്ഥിതഃ ദുഃഖേന ശസ്ത്രനിപാതാദിലക്ഷണേന ഗുരുണാ മഹതാ അപി ന വിചാല്യത്തെ. യത്ര ഉപരമത്തെ ഇത്യാദി ആരഭ്യ യാവദ്ഭിः വിശേഷണൈः വിശിഷ്ടः ആത്മാവസ്ഥാ വിശേഷः യോഗः ഉക്തः തം വിദ്യാത് വിജാനീയാത് ദുഃഖസംയോഗവിയോഗം ദുഃഖൈः സംയോഗः ദുഃഖസംയോഗः തേന വിയോഗः ദുഃഖസംയോഗവിയോഗः തം ദുഃഖസംയോഗവിയോഗം യോഗ ഇതി ഏവ സംജ്ഞിതം വിപരീതലക്ഷണേന വിദ്യാത് വിജാനീയാത് ഇത്യർത്ഥഃ. യോഗഫലം ഉപസംഹൃത്യ പുനഃ അന്വാരംഭേണ യോഗസ്യ കർത്തവ്യത ഉച്യത്തെ.
നിശ്ചയ നിർവേദയോഹോ യോഗസാധനത്വ വിധാനാർത്ഥം സഹ യഥോക്തഫലഃ യോഗഃ നിശ്ചയേന അധ്യവസായേന യോക്തവ്യഃ അനിർഭിണ്ണചേതസ ന നിർഭിണ്ണം അനിർഭിണ്ണം കിം തത് ചേതഃ തേന നിർവേദരഹിതേന ചേതസ ചിത്തേന ഇത്യർത്ഥഃ. അപ്പോൾ യാതൊരു കാലത്തിലാണോ യസ്മിൻ കാലേ ഉപരമത്തെ ഉപരമിക്കുന്നു. ഉപരമിക്കുക വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ തിരിച്ചു വരികയാണ്. ഉപരമിക്കുക എന്തെങ്കിലും ഒന്നിന് പ്രവർത്തിക്കാൻ പുറപ്പെട്ടിട്ട് അതിൽ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നതിനാണ് സാമാന്യ ഭാഷയിൽ ഉപരതി എന്ന് പറയുക. ഉപരതി ശബ്ദത്തിന് പലപ്പോഴും ആചാര്യന്മാർ സന്യാസം എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. വേദാന്ത പ്രകരണങ്ങളിൽ സന്യാസം എന്നൊക്കെ അർത്ഥം പറയുന്നത് അത് പിന്തിരിയലാണ്. ആ പിന്തിരിയൽ മറ്റൊന്ന് ലഭിക്കാത്തത് കൊണ്ടല്ല, മറ്റൊന്ന് നേടാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അതിലുള്ള അർത്ഥശൂന്യത ബോധിച്ചിട്ടോ അഥവാ സ്വയം സമ്പൂർണതാ ബോധത്തിലോ സ്വാഭാവികമായ പിന്തിരിയലാണ്. അങ്ങനെ ചിത്തം ഏതവസ്ഥയിലാണോ പിന്തിരിയുന്നത് ഉപരതിം ഗച്ഛതി. എങ്ങനെ? നിരുദ്ധമായിട്ട്. ഏകാഗ്ര ഭൂമികയിലാണ് ആരംഭിച്ചത്, ഏകാഗ്ര ഭൂമികയിൽ നിന്ന് നിരുദ്ധ ഭൂമികയിലേക്ക് ഉയർന്നു. അതാണ് സർവത്തോ നിവാരിത പ്രചാരം. മറ്റെങ്ങോട്ടും പോകാത്ത അവസ്ഥയിൽ അത് തടയപ്പെടുകയല്ല. നിവാരിത പ്രചാരം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയല്ല. അങ്ങനെ അടച്ചുപൂട്ടിയാൽ ചിത്തം പൊട്ടിത്തെറിക്കും നാളെ, ഉറപ്പാണ്, യാതൊരു സംശയവും ഇല്ലാത്ത വിഷയമാണ്. മറിച്ച് പ്രയോജനാഭാവ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട് അത് ഉപരമിച്ചു. നിവാരിത പ്രചാരം യോഗസേവയ യോഗാനുഷ്ഠാനം. അതൊരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജന്മം കൊണ്ട് സാധിക്കുന്നതല്ല. എന്നാൽ ഒരു സെക്കൻഡ് കൊണ്ടും സാധിക്കാം. നമുക്ക് സമയബന്ധിതമായിട്ട് പറയാൻ കഴിയില്ല. ഒന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, യസ്മിൻ കാലേ യോഗസേവയ, യോഗാനുഷ്ഠാനം കൊണ്ട് സാധന തുടർന്നോളുക, അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. അങ്ങനെ യോഗസേവയ യോഗാനുഷ്ഠാനേന അതിൻ്റെ ബാഹ്യ ആന്തരിക അംഗങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. എവിടെ? ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ ഇത്യാദി ബാഹ്യം. അത് കഴിഞ്ഞ് ആത്മസ്ഥമാവുക എന്നുള്ളത് ആന്തരികം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഏത് കാലത്തിലാണോ ആത്മന സമാധി പരിശുദ്ധേന അന്ധക്കരണേന, ഇങ്ങനെ സാധനാനുഷ്ഠാനം ചെയ്ത് സമാഹിതമായ അന്ധക്കരണം. അപ്പം അന്ധക്കരണം സമാഹിതമാകുന്നതിനനുസരിച്ച് പരിശുദ്ധ വൃത്തികൾ വളർന്നു. പരിശുദ്ധ വൃത്തികൾ വളരുന്നതിനനുസരിച്ച് ഇതര വിപരീത വൃത്തികൾ പോയി. അങ്ങനെ 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 സാധനാ പരിപാകം വന്നു. ഒരു 10 ലക്ഷം പേരുണ്ടെങ്കിൽ ഒരാളെ ഈ വഴിക്ക് നീങ്ങുന്നുള്ളൂ. അങ്ങനെ നീങ്ങുന്ന 10 ലക്ഷം പേരിൽ ഒരാൾക്കേ സാധനാ പരിപാകം വരുള്ളൂ. കാരണം പരിപാകം വരുന്നതിന് മുമ്പ് തന്നെ പഴുക്കും. നമ്മൾ ഈ വാടിപ്പഴുത്ത മാങ്ങ ഉണ്ട്, മരുന്ന് വെച്ച് പഴുപ്പിച്ചത്, അതുപോലെ അതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് ഈ വാക്ക് വളരെ ശ്രദ്ധിക്കാൻ, അടിവരടണം. സമാധി പരിശുദ്ധേന അന്ധക്കരണേന, സമാധി പരിശുദ്ധമായ അന്ധക്കരണം കൊണ്ട്, നിരന്തര അഭ്യാസം കൊണ്ട് സമാഹിത പ്രജ്ഞ നേടി ആ സമാഹിത പ്രജ്ഞയിൽ കഴിയുന്നതിലൂടെ ഉണ്ടാകുന്ന ഇതര വൃത്തികൾ നീങ്ങിയ സ്വരൂപസ്ഥിതിയാകുന്ന, സ്വരൂപ വിചാരമാകുന്ന ആ പരിശുദ്ധ ഭാവത്തിലൂടെ പരം ജ്യോതി, ചൈതന്യ ജ്യോതി സ്വരൂപം,
പരമമായ ചൈതന്യ ജ്യോതി സ്വരൂപമായ തന്നെ ഉപലഭമാനഃ അറിയുന്നവൻ, നേടുന്നവൻ, ആത്മനി തുഷ്ടിം ഭജതേ തന്നിൽ തന്നെ തൃപ്തിയെ പ്രാപിച്ച് ആനന്ദിച്ച്, അവനിനി ഇതര വിപരീത വിഷയങ്ങൾ ആവശ്യമില്ല, അവൻ തന്നിൽ ആനന്ദിക്കുന്നവനാണ്. ആ വൃത്തിയിൽ തന്നെ തുടരണം. അത് കഴിയുന്ന പ്രശ്നമല്ല, അത് തന്നെ തുടരുകയാണ്, അത് തന്നെ തുടരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ സുഖമാത്യന്തികം, ആത്യന്തികം അത്യന്തമേവ ഭവതി. അത്യന്തമേവ ഭവതി എന്ന് പറയുമ്പോൾ സാമാന്യമായി നമ്മൾ വിഷയസുഖങ്ങൾ നേടുമ്പോൾ ഓരോന്ന് അതിനേക്കാൾ മികച്ചത്, അതിനേക്കാൾ മികച്ചത്, അതിനേക്കാൾ മികച്ചത് എന്ന് പറഞ്ഞ് താരതമ്യമില്ലാത്തത് ഒന്നിന് മാത്രമേ ഉള്ളൂ. തനിക്കാണ് തന്നോട് താരതമ്യമില്ലാത്തത്. മറ്റെല്ലാത്തിനെയും നമുക്ക് താരതമ്യം ചെയ്യാം. വിഷ്ണുവെ ശിവനുമായിട്ട് താരതമ്യം ചെയ്യാം, ശിവനെ വിഷ്ണുവായിട്ട് താരതമ്യം ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മെ വേറെ ആരെങ്കിലും താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ തൻ്റെ സ്വരൂപസ്ഥിതിയിൽ, താരതമ്യങ്ങൾ അകന്ന സ്വരൂപസ്ഥിതിയിൽ ആത്യന്തികം, അത്യന്തം എത്തത് ബുദ്ധിഗ്രാഹ്യം. എന്താ അത്? ബുദ്ധിഗ്രാഹ്യമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ആത്മജ്ഞാനം ബുദ്ധിഗ്രാഹ്യമാണ്, വൃത്തിഷ്ഠമായ അറിവാണ്. ചില ചോദിക്കാതെ ബുദ്ധിയിൽ അറിയണതല്ലേ? ബുദ്ധിയിലല്ലാണ്ട് പിന്നെ കൈകൊണ്ടറിയാം, കണ്ണുകൊണ്ടറിയാം, ചെവി കൊണ്ടറിയാം. മിക്കവാറും വേദാന്തശാസ്ത്രം അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രങ്ങളെ അനധികാരികൾ കൈകാര്യം ചെയ്തിട്ട് ആകെ കൂടെ പ്രശ്നമാക്കിയിട്ടുണ്ട്. ബുദ്ധിഗ്രാഹ്യമല്ലാത്ത വേറെന്തോ ഒരു അനുഭവം വരാനുണ്ടെന്നാ പറയുക. വേറെന്തോന്ന് വരാനുണ്ട്, ആ അനുഭവം ഉണ്ടോയെന്നാ ചോദിക്കുക. വേറെന്താ നമുക്ക് അറിയാനുള്ള ഉപാധി? നമുക്ക് ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കഴിഞ്ഞാൽ ബുദ്ധി. ഇതേ ഉള്ളൂ കോപ്പ്, അതിനപ്പുറത്തൊരു കോപ്പ് നമുക്കില്ല. ഉണ്ടെങ്കിൽ തിരക്കേടില്ല. ഇനി ഏതെങ്കിലും ശാസ്ത്രത്തിൽ സാധന ചെയ്യുമ്പോൾ മൂന്നാമതൊന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തിരക്കേടില്ല, എന്നാലും തിരക്കേടില്ല. ഇത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ബുദ്ധിക്ക് അപ്പുറത്തുള്ള അനുഭവജ്ഞാനം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്ന ഗുരുക്കന്മാർ നിറയുണ്ട് ലോകത്തിൽ, നിറയുണ്ട്. അതാ അങ്ങോട്ട് എത്തിയിട്ടില്ല, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബുദ്ധിഗ്രാഹ്യം എന്നുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഭഗവാൻ എന്തിന് ബുദ്ധിഗ്രാഹ്യം എന്ന് പറഞ്ഞു? ഭഗവാൻ അറിയാൻ കാലം മുന്നോട്ട് പോകുമ്പോൾ 5000 കൊല്ലം കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇപ്പോൾ ബുദ്ധിക്കും അപ്പുറത്തുള്ള അനുഭവത്തെ ഞാൻ ഉണ്ടാക്കി തരട്ടെ. ബുദ്ധിക്കപ്പുറത്ത് എന്താ അനുഭവമാണ് നീ ഉണ്ടാക്കി തരിക? ഏത് ഉപാധിയാണ്? എന്തുകൊണ്ടറിയും? എനിക്ക് അതിനേക്കാൾ സൂക്ഷ്മമായിട്ടൊന്നും ഇല്ല, പിന്നെ എങ്ങനെ അറിയും? അപ്പൊ ബുദ്ധിഗ്രാഹ്യം എന്നുള്ളത് ആദ്യം ഉറപ്പിക്കുക. അതെന്താണ്? അതീന്ദ്രിയം ബുദ്ധിഗ്രാഹ്യമല്ല, ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ അവിടെ അദ്വൈതാശ്രമത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ വേദാന്ത പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി, XYZ പല സ്ഥലത്ത് പോയി, എല്ലായിടത്തും ബുദ്ധിയിലുള്ള അറിവേ ഉള്ളൂ. ദക്ഷിണ വെറുതെ കുറേ കാലം കൊടുത്തു, അപ്പോഴാണ് എനിക്ക് ബുദ്ധിക്ക് അപ്പുറത്തുള്ള അറിവ് കിട്ടിയിട്ടുള്ളത്. അതിന് മുഴുവൻ കൊടുത്താൽ മതി, അവന് വേറെ സ്ഥലത്ത് പോകേണ്ടി വരില്ല. കയ്യിലുള്ള കാലം വരെയല്ലേ പോവുള്ളൂ, അങ്ങനെ മുഴുവൻ കൊടുത്തേക്കുക. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ബുദ്ധിഗ്രാഹ്യം, നമുക്ക് പരമാവധിയുള്ള കോപ്പ് ബുദ്ധിയാണ്. ആ ബുദ്ധിയെ സൂക്ഷ്മമാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ, വേറൊന്നും സാധിക്കില്ല. ഇതിന് വളരെ വ്യാപിക്കുന്നത് കൊണ്ടാണ് ഇത്ര ശക്തമായി പറയുന്നത്. ശരി, ബുദ്ധിഗ്രാഹ്യം. എന്നിട്ട് പറയുന്നു അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് വർത്തിക്കുന്ന, ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങളല്ല. യദ്വാചാനഭ്യുദിതം,
എൻ മനസാനമനുതേ എന്നിത്യാദി ശ്രുതിവാക്യങ്ങളെ കൊണ്ട് ഇന്ദ്രിയഗ്രാഹ്യത്വം നിഷേധിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നത് വിഷയം, വിഷയമല്ലാത്തതോ വിഷയി താൻ. അപ്പോൾ അവിടെ വിഷയ ഭാവം പോയി കഴിഞ്ഞാൽ പിന്നെ വിഷയി എന്നുള്ള പദം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ താൻ മാത്രമായി. വിഷയസംബന്ധം പോയാൽ പിന്നെ വിഷയി എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ വിഷയിയാണ് പിടിക്കേണ്ടത്. വിഷയങ്ങളിലൂടെ വിഷയിയെ പിടിക്കണം. വിഷയിയുടെ സ്വരൂപത്തിലേക്ക് പോകുമ്പോൾ വിഷയി എന്നുള്ള ഭാവവും പോയി, താൻ താനായി. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ജനനി നവരത്ന മഞ്ജരിയിൽ നിന്ന് ചിന്തിച്ചു. അത് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുമ്പടി കലർന്നാറിടുന്നു ജനനി. അതീന്ദ്രിയം ഇന്ദ്രിയ ഗോചരാതീതം അവിഷയജനിതം. അവിഷയജനിതം, വിഷയജനിതമല്ലാത്ത കേവല സൂക്ഷ്മബുദ്ധിഗ്രാഹ്യമായ സുഖത്തെ അറിയുന്നു. അവൻ സുഖിയായി, പിന്നെ അവൻ ഇളക്കല്ല. ഇന്ദ്രിയ നിരപേക്ഷയാ ബുദ്ധിഗ്രാഹ്യം ഇന്ദ്രിയ ഗോചരാതീതം അവിഷയജനിതം ഈദൃശം യത് സുഖം അനുഭവതി. അവിടെയാണ് ഈദൃശം സുഖം അനുഭവതി, ഈ സുഖം അനുഭവിക്കുന്നു. ഇത് സ്വാനുഭവ വിഷയമാണ്, ഏതൊരു മനുഷ്യനും പ്രാപിക്കാവുന്നതാണ്. ഇതൊക്കെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കേ പറ്റുള്ളൂ, ഒന്നുമല്ല. ശാസ്ത്രം സർവർക്കും ഉള്ളതാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് ഉയർന്നിരിക്കുന്നത് അഥവാ എത്തിച്ചേർന്നിരിക്കുന്നത് എപ്പോഴാണോ നചയേവ അയം വിദ്വാൻ ആത്മസ്വരൂപേ സ്ഥിതഃ തസ്മാത് നയേവ ചലതി. ഈ ആത്മസ്വരൂപസ്ഥിതിയിൽ ഇരിക്കുന്ന വിദ്വാൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. എങ്ങോട്ട് വ്യതിചലിക്കാൻ? എന്തിനു വ്യതിചലിക്കാൻ? എങ്ങനെ വ്യതിചലിക്കാൻ? എപ്പോൾ വ്യതിചലിക്കാൻ? ഒന്നുമില്ല. തന്നിൽ താനായിരുന്നു. പിന്നെ യാതൊരു ലാഭത്തെ നേടിയാൽ ആത്മലാഭാത് പരോലാഭോ നാസ്തി. ആത്മലാഭത്തെക്കാൾ വലിയ ലാഭം ഇല്ല. അപ്പൊ യാതൊന്നിനും ലഭിച്ചാൽ പിന്നെ മറ്റൊന്ന് ലാഭാന്തരത്തെ വിചാരിക്കുന്നില്ലയോ? ആ ആത്മസ്വരൂപത്തിൽ നിലകൊള്ളുമ്പോൾ വലിയ ദുഃഖങ്ങൾ ബാഹ്യമായി വന്നാലും, അത് ഭാഷ്യകാരൻ പറയാണ് ശസ്ത്രപാദാദി ലക്ഷണേനവ. ശസ്ത്രപാദം, ഒരാൾ ആയുധം പ്രയോഗിക്കുന്നു നമുക്ക് നേർക്ക്, ഇത്തരം ദുഃഖസ്ഥിതി വന്നാലും വ്യതിചലനമില്ല. അപ്പൊ ബാഹ്യമായി എന്തു തന്നെ, സുഖമാകട്ടെ ദുഃഖമാകട്ടെ മാനമാകട്ടെ അപമാനമാകട്ടെ ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, ഏത് ദ്വന്ദ്വാവസ്ഥ വന്നാലും വ്യതിചലിക്കപ്പെടാതെ തന്നിൽ താനായിരിക്കുന്നു. ആ സ്ഥിതി പറഞ്ഞിട്ടാണ് ഇങ്ങനെ യത്രോപരമതേ എന്ന് തുടങ്ങി 6 വിശേഷണങ്ങളിലൂടെ ആത്മസ്വരൂപാവസ്ഥാന ലക്ഷണമായ യോഗത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെ യോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീങ്ങി. ആത്മസ്വരൂപാവസ്ഥാന ലക്ഷണമാണ് യോഗം, മറ്റൊന്നിനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ ആത്യന്തികം ഇതാണെന്ന് പറഞ്ഞു. താദർത്ഥ്യേന ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള മറ്റെല്ലാ യോഗമാർഗങ്ങളെയും ശാസ്ത്രം അംഗീകരിക്കുന്നു. അത് ശ്രദ്ധിക്കുക. അവിടെയാണ് ശാസ്ത്രം തന്നെ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, മറ്റേ അഷ്ടാംഗയോഗം എന്നിത്യാദി അനേക യോഗങ്ങളെ പറയുന്നത്. അതെല്ലാം താദർത്ഥ്യേന, അതിനെ പ്രാപിക്കുന്നതിനായിക്കൊണ്ട്. ഇത് പാരമാർത്ഥിക യോഗം. അങ്ങനെ 6 വിശേഷണങ്ങളെ കൊണ്ട് പറഞ്ഞ ശേഷം തം വിദ്യാത് വിജാനീയ, അതിനെ നീ അറിഞ്ഞോളൂ. എങ്ങനെ? ദുഃഖ സംയോഗ വിയോഗം ദുഃഖൈഹി സംയോഗ ദുഃഖ സംയോഗ, ദുഃഖങ്ങളോടുകൂടിയുള്ള സംയോഗം. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് 3ആയി തിരിക്കാവുന്ന
അനേക കോടി പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ. ഓരോരുത്തരുടെ ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംസാരിക്കുമ്പോഴേ ഓരോരുത്തരുടെ അപ്പോഴേ അറിയുള്ളൂ. കോടിക്കണക്കിന് ദുഃഖങ്ങൾ ഓരോരുത്തർക്കുണ്ട്. അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ 3 ശീർഷകത്തിൽ പെടുത്താം. ഇനിയും വേണമെങ്കിൽ ഒരു ശീർഷകത്തിലും പെടുത്താം. ആധ്യാത്മികമെന്ന്. അതിഭൗതികവും അതിദൈവികവും ഒക്കെ അങ്ങ് പോകും. കാരണം എല്ലാ ദുഃഖങ്ങളും സൂക്ഷ്മചിന്തനത്തിൽ ആധ്യാത്മികങ്ങളാണ്. താൻ ദുഃഖിച്ചാലേ തനിക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ദുഃഖം ഉണ്ടാവില്ല. ഇരിക്കട്ടെ. അപ്പം ഏതായാലും ഇവിടെ ബഹുവചനം പറഞ്ഞുകൊണ്ട് ആധ്യാത്മിക അതിദൈവിക അതിഭൗതികാദി എടുക്കാം. അപ്പോൾ ദുഃഖങ്ങളോട് കൂടിയുള്ള സംയോഗം, ദുഃഖ സംയോഗം, അതിനോട് പൂർണ്ണമായുള്ള വിയോഗം. ഒരു തരത്തിലും ദുഃഖ സംയോഗം ഉണ്ടാവുന്നില്ല. അതിനോടുള്ള ഞാൻ എന്നുള്ള ചർച്ചയില്ല. ഞാനായി തന്നെ ഇരിക്കുന്നത് കൊണ്ട് വേറെ ഒന്നിനോടും എനിക്ക് പങ്കുവയ്ക്കാനില്ല. അതാണ്. അഖണ്ഡമാണ് സ്വരൂപം. അഖണ്ഡമായ സ്വരൂപത്തിൽ യാതൊരു ദുഃഖങ്ങളുമായുള്ള സംയോഗമില്ല. മറ്റൊന്നുമായും എനിക്ക് എന്നെ പങ്കുവെക്കാനില്ല. ശാസ്ത്രത്തിന്റെ ഭൂമിക വരാനില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാ ഇത് തന്നെയല്ലേ അതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. 2 രീതിയിലും എടുക്കാം. 2 രീതിയിലും നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. ഏതായാലും ഇത് വിപരീത ലക്ഷണമാണ്. വിയോഗം യോഗമാണ്, ചേരായികയാണ് യോഗം, ചേർച്ചയല്ല യോഗം. അതാണ് വിപരീത ലക്ഷണേന. വിയോഗം യോഗം, ചേരായികയാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച. ദുഃഖങ്ങളോട് ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗം ലോകമാണ്. ദുഃഖ സംയോഗം ലോകം. ലോകവിയോഗം യോഗം. വേണമല്ലോ. അതല്ലേ പറഞ്ഞ 2 രീതിയിലും വ്യാഖ്യാനിക്കാം. ദുഃഖ വിപരീത ലക്ഷണേന വിദ്യാത് വിജാനീയാത്. സംയോഗ വിയോഗം. അപ്പൊ ലോകവിയോഗമാണ് യോഗം. യോഗം അത്രയേ ഉള്ളൂ. ദുഃഖ സംയോഗം ലോകത്തിൻ്റെയാണ്. ജീവിതം മറ്റൊരാൾക്ക് പകുക്കാൻ തികയാഞ്ഞ് ഞാൻ എന്നെ തന്നെ വേളി കഴിച്ച് കൂടിയിടുന്നു. അത്രയേ ഉള്ളൂ. അതാണത്. യോഗഫലം ഉപസംഹൃത്യ പുനഃ അന്വാരംഭേണ യോഗസ്യ കർത്തവ്യത. അങ്ങനെ യോഗം കഴിഞ്ഞു, യോഗഫലം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനില്ല, ഇനി മേപ്പെട്ടൊന്നും പറയാനില്ല. പിന്നെന്താ പറയാനുള്ളത്? ഈ പറഞ്ഞതിൻ്റെ അന്വാരംഭം. അതിനെ പിന്തുടർന്നുകൊണ്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയൊക്കെ പറഞ്ഞു. പരമമായ മധുരായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് വേണം? അതിന് നീ അന്വേഷിച്ചോളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് പരമമായ ആനന്ദം. എന്ത് വേണം? നീ ഇതിലേക്ക് പോയിക്കോളൂ. ഇത്രയേ ഉള്ളൂ. അല്ലേ പോണില്ലേ? വേണ്ട, നിന്റെ ഇഷ്ടം, നിനക്ക് വിട്ടു വന്നു. ഇതാണ്. ഇത് പറയാനുള്ളത് പറഞ്ഞു. 3.5 ശ്ലോകം കൊണ്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി പ്രേമപൂർവ്വം പറഞ്ഞു വേണമെങ്കിൽ പോയിക്കോളൂ കേട്ടോ. വേണ്ടേ? വേണ്ട. ഇത്രയേ ഉള്ളൂ. ഇവിടെ കിടന്ന് വട്ടം കറങ്ങിയാൽ മതിയോ? കറങ്ങിക്കോളൂ. കറങ്ങാൻ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. അല്ല, ഇതിനപ്പുറത്തേക്ക് പോകണോ? പോയിക്കോളൂ. അതിനുള്ള സാധ്യതയുണ്ട്. 2നും സാധ്യതയുണ്ട്. പ്രേയസ്സും ഉണ്ട്, ശ്രേയസ്സും ഉണ്ട്. ഏതാ വേണ്ടു നിനക്ക് തീരുമാനിക്കാം. അത് ഞാൻ കാണിച്ചു തന്നു. അപ്പം എന്ത് വേണം? അതാണ് അന്വാരംഭം. കർത്തവ്യത ഉച്യതേ നിശ്ചയേന യോക്തവ്യ. യോക്തവ്യ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടേണ്ടതാണെന്ന. ഈ കാളേനെ നുഖത്തിന് കെട്ടുന്നതിനാണ് യോക്തവ്യ എന്ന് പറയുക. കൂട്ടിക്കെട്ടേണ്ടതാകുന്നു, യോജിപ്പിക്കേണ്ടതാകുന്നു. ഏതുമായി? തന്നെ. ഏതുമായി? ഈ യോഗവുമായിട്ട്. യോക്തവ്യ. എങ്ങനെ? നിശ്ചയേന, നിശ്ചയ ബുദ്ധിയോടുകൂടി.
രണ്ട്, ഒരിക്കലും നിർവിണ്ണമാകാത്ത മനസ്സോടുകൂടി. സാധകന് വേണ്ട ഏറ്റവും വലിയ യോഗ്യതയാണ് നിർവിണ്ണഭാവം, വൈരാഗ്യം. അപ്പം അത് ഉണ്ടാവരുത് എന്നാണ് പറയണത്. എങ്ങനെ? സാധനയിൽ വൈരാഗ്യം ഉണ്ടാവരുത്. അത് ഇന്നലെ പറഞ്ഞു. അവനിപ്പോൾ ഭക്തി വിഷയത്തിലായി എന്ന് പറയല്ലേ, അതുപോലെയാണ്. അതെ, നിരുപൂർവകമായ വിധു ധാതുവിന് എപ്പോഴും വിരക്തി എന്നുള്ള അർത്ഥമാണ്, വൈരാഗ്യാർത്ഥാണ്. അപ്പോൾ സാധനയിൽ വൈരാഗ്യം വരരുത്. നമുക്ക് അതാണ് വരിക. കുറച്ച് സാധന ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചില മഹിമകൾ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ അത് നിർത്തി, അത് വിട്ടു. ചെറിയ ഉദാഹരണത്തിന് സന്യാസിയെ ശ്രവണം കുര്യാതെന്ന് പറഞ്ഞു ആചാര്യൻ. സന്യസിച്ചിട്ട് ശ്രവണം ചെയ്യണം, സന്യസിച്ചിട്ട് ശാസ്ത്ര സ്വാധ്യായം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സന്യസിക്കുമ്പോഴത്തേക്ക് തന്നെ എന്ത് വിചാരിച്ചു? ഞാൻ പൂർണ്ണനായി കഴിഞ്ഞു, ഇനി എന്ത് ശാസ്ത്ര സ്വാധ്യായം? അനുഷ്ഠാനം പോലും ഇല്ല. എന്താ കേൾക്കില്ല? അതാണല്ലോ, ചാലകമാണല്ലോ, ചാലകമാണ്, ശരിയാണ്. അപ്പൊ ഈ അനിർവിണ്ണ ചേതസ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 99% സംഭവിക്കുക നടന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നിർത്തും, തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വരും, നടത്തം അവിടെ നിൽക്കും. പിന്നെ ലോകത്തിൽ വിദ്വാനായിട്ട് അറിയപ്പെടും. ചിദാനന്ദപുരി സ്വാമി എന്താണ്, പണ്ഡിതരത്നം, അത് ഇത്, നാട്ടുകാരൊരു പൂജ കുറേ ചെയ്യും, കുറേ അവാർഡ് തരും. പിന്നെ അതിലൊക്കെ അഭിരമിച്ച് അങ്ങനെ ഇരിക്കും. മരണം വരെ ദക്ഷിണയും കിട്ടും, സുഖമായി. മരിച്ചു കഴിഞ്ഞാൽ 4 ആൾ പത്രത്തിൽ വാർത്തയും വരും, മഹാനായിരുന്നു. എന്ത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. തുടങ്ങിയതിൻ്റെ ഒരു അരടി പിന്നോട്ടല്ലാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞു, അയാൾ അവധൂതനാണെന്ന് പറയുന്ന 100 പേര് അവധൂതന്മാരാണോ? അത് അല്ല. ചിദാനന്ദപുരി സ്വാമി പണ്ഡിതനാണെന്ന് പറയുന്നവൻ പണ്ഡിതനാണോ? അല്ല. അവനെന്താ അറിയാ? അവൻ ഇത്രയേ അറിയുള്ളൂ, എന്നേക്കാൾ വിവരമുണ്ട്, ഇത്രയേ ഉള്ളൂ. അത് അവനോ തീരുമാനിക്കും, തീരുമാനിക്കേണ്ടതാണ്. ചിന്തിക്കുക. അങ്ങനെ ഞാൻ എപ്പോഴും ഒരു 100 ആളെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അവരുടെ വാക്ക് കേൾക്കുന്ന സാമാന്യ ലോകം അതിൽ വന്ന് വീഴും. അങ്ങനെ ലോകദൃഷ്ടിയാ ഞാൻ വലിയൊരു മഹാത്മാവായിട്ട് അങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളത് ഈ ഇതാണ്, PR വർക്കാണ്. ബാക്കി മുഴുവൻ PR വർക്ക്. ഞാൻ അങ്ങനെ വലിയ പ്രസിദ്ധനായി ചത്തുപോയി കഴിഞ്ഞാൽ എന്തു പറയും? മഹാസമാധി പ്രാപിച്ചു എന്ന് പറയും. സംഗതി ചത്തുപോയതാണ്, പക്ഷെ പറയെന്താ? ചിദാനന്ദപുരി സ്വാമി മഹാസമാധി പ്രാപിച്ചു. അപ്പോഴത്തെ കമ്മിറ്റി ഉണ്ടാക്കും. സ്വാമിക്ക് ഒരു അമ്പലം നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ അതാണ് ലോക സ്വഭാവം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനിർവിണ്ണ ചേതസ, അനിർവിണ്ണ ചേതസ. വളരെ ഗൗരവം. നമുക്ക് തമാശ രൂപത്തിൽ പറയാൻ കഴിയും, പക്ഷേ ഒരു സാധകന്റെ ജീവിതമാണിത്, ഈ അനിർവിണ്ണ ചേതസ എന്നുള്ളത്. അത് ശ്രദ്ധിക്കുക. ശരി. നിശ്ചയ നിർവേദയോഹോ, പിന്തിരിയരുത്. പിന്തിരിഞ്ഞാൽ പോയി. നിശ്ചയാത്മികമായ ബുദ്ധിയോടുകൂടി യോഗസാധനത്വ വിധാനാർത്ഥം സഹ യഥോക്ത ഫലഃ യോഗ നിശ്ചയേന അധ്യവസായേന യോക്തവ്യ. നിശ്ചയത്തോടു കൂടി ചെയ്യേണ്ടതാണ്. എങ്ങനെ? അനിർവിണ്ണ ചേതസ. അതിൽ മടി വന്ന് പിന്മാറരുത്. കാരണം നമ്മൾ തന്നെ അറിയില്ല അനുഷ്ഠാനങ്ങൾ കൊഴിഞ്ഞു പോകുന്നത്. അനുഷ്ഠാനങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ തന്നെ അറിയില്ല. കാരണം നമ്മൾ മുഖ്യത്വം മറ്റു പലതിനും കൊടുക്കും. എനിക്ക് പ്രഭാഷണമുണ്ട്, അപ്പോൾ പ്രഭാഷണം ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം പോകേണ്ടതാണ്.
ആരെയാ പ്രഭാഷണത്തിനെ വിളിച്ചത്? സ്വാമി ചിദാനന്ദപുരിയെ. അപ്പൊ സ്വാമി എന്നുള്ള എൻ്റെ കർത്തവ്യമോ? അത് പിന്നെ ആക്കാം. ഇപ്പൊ പ്രഭാഷണം പോയിട്ട് ദക്ഷിണ കിട്ടണം, അത്രയേ ഉള്ളൂ. ലോകരെ നന്നാക്കണം. അപ്പൊ നിനക്ക് ഗുരുനാഥൻ പറഞ്ഞാൽ ഇഷ്ടാനോ? അതാണ് നിൽക്കട്ടെ, ഗുരു പറഞ്ഞല്ലോ. ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് അനിർവിണ്ണ ചേതസ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. എന്നാ ശരി, നിങ്ങൾ കണ്ടോളൂ, ഞാൻ അനുഷ്ഠാനം ചെയ്യുന്ന ആളാണ്, നിങ്ങൾ കാണാൻ ഞാനിങ്ങനെ ഇരുന്നിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ ഇരിക്കുകയാണ്. അതല്ല, അത് സന്യാസിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ യോഗിയുടെ ഗുപ്തമായ രീതിയിലുള്ള ജീവിതക്രമമാണ്. അത് പുറമെ ഒരാൾക്ക് കാണാൻ പറ്റില്ല. ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അനിർവിണ്ണ ചേതസ എന്നും നിശ്ചയേന യോക്തവ്യ എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത 2 പദങ്ങളാണ്. അത്രയും ഗൂഢമായ മഹത്തായ അർത്ഥവ്യാപ്തി ഉള്ളതാണ്. അതുകൊണ്ട് എന്ത് വേണം? സങ്കൽപ്പപ്രഭവാൻ കാമാം ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഇവിടെ തംവിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംഹിതം എന്ന് പറഞ്ഞതിന് മുകളിൽ ഒരു സാധകനോട് ഉപദേശിക്കാനില്ല. പിന്നെ ആ സാധനയിലൂടെ എത്തിച്ചേരുന്ന സിദ്ധാനുഭൂതിയുടെ തലത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അതിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. സിദ്ധാനുഭൂതിയുടെ തലം ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇനി വേണ്ടത് എന്താ? ഈ സാധനയിലേക്ക് പ്രേരിപ്പിക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ തുടങ്ങുകയാണ്. ഇപ്പൊ പറഞ്ഞതിനുപരിയല്ല ഇനിയുള്ളത്, ഈ പറഞ്ഞതിലേക്ക് എത്തിച്ചേരാനുള്ള സാധനാക്രമം. കാരണം ഒരു ഉപദേശം തന്നു നമുക്ക്, അത് എല്ലാ കാലവും പ്രസക്തമായ ഉപദേശമാണ്. എന്താണ്? സ നിശ്ചയേന യോക്തവ്യ യോഗ, ഇതാണ് ഉപദേശം. യോക്തവ്യ, തവ്യ പറഞ്ഞു, കർത്തവ്യമാണ് നിന്റെ, യോക്തവ്യമാണ് നിനക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെയെന്ന് ചോദ്യമില്ല. നിനക്ക് നിന്റെ ഇഷ്ടം, ഞാൻ പറയണ്ടേ പറഞ്ഞു, പോയിക്കോളൂ കേട്ടോ എന്ന് 1 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെയും പോണോന്ന് ചോദ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുവോ? ഇല്ല. ചിന്തിക്കുക. അപ്പൊ പറയണ്ടേ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യമേ ഗുരു പറയണ്ടു. 2 പ്രാവശ്യം പറയുന്നവൻ ഗുരുവല്ല, ലഘുവാണ്. അപ്പൊ ഗുരുവിനെ ലഘുവാക്കിയാലോ? ഗുരു ലഘുവാവുന്നില്ല, ഗുരു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ 1 പ്രാവശ്യം പറഞ്ഞിട്ട് അത് അത് പാലിക്കുന്നില്ലെങ്കിൽ ശിഷ്യനാണ് അവിടെ പരാജയപ്പെട്ടത്. ഗുരു പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഗുരുവിന് നാണോ മാനോ ഇല്ല. അത് ശ്രദ്ധിക്കുക. പക്ഷെ അവിടെ ശിഷ്യൻ പോയി, ചത്തു കഴിഞ്ഞു, ബോധം കെട്ടതല്ല. ഞാൻ ഗുരുവെ കൊണ്ട് 2 പ്രാവശ്യം പറയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശിഷ്യൻ പോയി. അവിടെ 3 പ്രാവശ്യം പറയിപ്പിച്ചു എന്ന് പറഞ്ഞാലോ പിന്നെ ചിന്തിക്കുകയേ വേണ്ട. ചിന്തിക്കുക. അപ്പൊ 1 പ്രാവശ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? യോക്തവ്യ. അപ്പൊ യോക്തവ്യ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചപ്പോൾ ഉടനെ അതിനുള്ള വഴിയും പറഞ്ഞു തന്നു 2 എണ്ണം.
ഒന്ന് അനിർവിണ്ണ ചേതസ, രണ്ട് നിശ്ചയേന. മതി. ഇനി എന്താ കിട്ടാനുള്ളത്? കിട്ടിയതിനെ തിരിച്ചറിയാത്ത ആൾ കിട്ടിയാൽ മനസ്സിലാക്കുമോ പിന്നെയും പിന്നെയും? ഇല്ല. കിട്ടിയതിനെ തിരിച്ചറിയണ്ടേ? ഇനി ഇതുകൊണ്ട് ഒന്നും ഇനി കിട്ടാനില്ല. ഇനി ആ കിട്ടിയതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് താനാണ്. അതിനാണ് പറയണത് എന്ത് ചെയ്യണം? ഈ പറയണമൊക്കെ ചെയ്തോളൂ കേട്ടോ. സങ്കല്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയ ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. സാധനയാണ്. പ്രാഥമിക തലത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാം. അത് നമുക്ക് അല്പം കഴിഞ്ഞ് തുടങ്ങാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം